അപ്പൊ ഇപ്പൊ നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ ഇടവ കമ്മിറ്റിയിൽ രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ലിസ്റ്റ് അവർ വരുമ്പോ പറയും. ഞാനില്ല അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തതിന്റെ കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈ കൊടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡോ കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അത് തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിന്റെ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാ. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നതാ. അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്. കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പരാമർശമൊക്കെ വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അത്തരത്തിലുള്ള ഒരു പരാതി പോലും അല്ല. അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചപ്പോൾ. അപ്പൊ നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിലേക്ക് ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ലേ? അല്ല, അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. കുറ്റാവിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്തെ. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അതെല്ലാം പക്ഷെ ഇപ്പൊ സംഘടന നന്നായിട്ട് പോകണം, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് സഹായം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പൊ അത് അവർക്ക് ഒരു ഇതും വരരുത്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് ഇന്നലെ അങ്ങോട്ട് കയറി വന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കണക്കുകളൊന്നും കണ്ട സഹിക്കില്ല. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ. എനിക്കെതിരെ ഇപ്പൊ ആരോപണം ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ടേ കൊടുത്തപ്പോ എന്താ പറഞ്ഞത്? ബാബുരാജാണ് അതിന്റെ പറയുന്നത് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചേ? എന്നിട്ട് എന്താ അതിന്റെ പുറകെ പോവാഞ്ഞ്? ഇപ്പൊ പറയുന്നത് ശ്വേത തന്നെയാണ് അതിന്റെ പുറകിൽ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അതൊന്നും വില പോവില്ല. എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എല്ലാ ആരോപണങ്ങളും അല്ലല്ല, അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഇതിന്റെ പറയുന്നത്.